ശശി തരൂരിനെതിരെ തിരുവനന്തപുരത്ത് KSU പ്രവർത്തകർ പോസ്റ്റർ പതിച്ചു. ഫേസ്ബുക്കിൽ CPM-നെതിരായ നരഭോജി പരാമർശം പിൻവലിച്ച സംഭവത്തിലാണ് തരൂരിന്റെ ഓഫീസിന് മുൻപിൽ പോസ്റ്റർ. നരഭോജികൾ തന്നെയാണ്, ആര് അല്ലെന്ന് എത്ര തവണ പറഞ്ഞാലും എന്നാണ് പോസ്റ്ററിൽ ഉള്ളത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീല സാബു ചേരുന്നു. ബിനിൽ, ഈ ലേഖന വിവാദം അതിപ്പോൾ ഒരു ഇത്തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അതിന് പിന്നാലെ അതിനെ തുടർന്നുള്ള ഒരു പോസ്റ്റ് ഇപ്പോൾ ഇന്ന് ഈ ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും കൊലപാതകവുമായി ബന്ധപ്പെട്ട് തരൂരിടുന്നു, അത് മുക്കുന്നു, ആ പോസ്റ്റ് തന്നെ പിൻവലിച്ച് കളയുന്നു, അത് തിരുത്തിയിടുന്നു. ഇപ്പോൾ വലിയ വിമർശനം ആ പോസ്റ്റിന് കീഴിൽ തന്നെ ആദ്യഘട്ടത്തിലേ വന്നിരുന്നു. ഇപ്പോൾ ഈ പുതിയൊരു പ്രതിഷേധവുമായി KSU എത്തുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അരുണ്യ, ഇന്ന് വൈകിട്ടോടു കൂടിയാണ് KSUവിന്റെ പേര് ഒരു പോസ്റ്റർ തരൂരിന്റെ ഓഫീസിന് മുന്നിൽ, തലസ്ഥാനത്തെ ഓഫീസിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. നേരത്തെ ഇന്ന് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും അനുസ്മരണ ഓർമ്മ ദിനമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് KPCC മീഡിയ സെൽ ഒരു പോസ്റ്റർ പുറത്തിറക്കിയിരുന്നു. ആ പോസ്റ്ററിൽ പറഞ്ഞിരുന്നത് കമ്മ്യൂണിസ്റ്റ് നരഭോജികൾ കൊലപ്പെടുത്തിയ എന്നൊരു പരാമർശം അതിലുണ്ടായിരുന്നു. CPM നരഭോജികൾ കൊലപ്പെടുത്തിയ പരാമർശമായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യം ശശി തരൂർ ആ പോസ്റ്റ് ഇട്ടു, KPCC പോസ്റ്റ് ഇട്ടു. പക്ഷെ അധികം വൈകാതെ തന്നെ ആ പോസ്റ്റർ പിൻവലിച്ച ശേഷം ഇരുവരുടെയും, കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ഫോട്ടോ ഇട്ട ശേഷം അതിന് മുകളിൽ അദ്ദേഹം എഴുതുകയാണ് ചെയ്തത്. അതിൽ CPM എന്ന പരാമർശിക്കാതെയാണ് ഈ പോസ്റ്റർ ഇട്ടത്. അതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. പിന്നാലെയാണ് ഇത്തരത്തിൽ KSU പ്രവർത്തകർ ഇന്ന് വൈകിട്ടോടു കൂടി തരൂരിന്റെ ഓഫീസിന് മുന്നിൽ ഇത്തരത്തിലൊരു പോസ്റ്റർ പതിപ്പിച്ചത്. പോസ്റ്ററിൽ പറയുന്നത് നരഭോജികൾ തന്നെയാണ്, ആര് അല്ലെന്ന് എത്ര തവണ പറഞ്ഞാലും. ഷുഹൈബ്, കൃപേഷ്, ശരത്ലാൽ എന്നിവർ കമ്മ്യൂണിസ്റ്റ് നരഭോജി കൊന്നുകളിയ സഹോദരങ്ങൾ തന്നെയെന്നും ഈ പോസ്റ്ററിൽ വ്യക്തമാക്കുന്നു. എന്തായാലും നേരത്തെ ഈ ലേഖന വിവാദത്തിൽ തരൂരിനെതിരെ വ്യാപകമായി വിമർശനം ഉയർന്നു വന്നിരുന്നു. നേതാക്കൾ ഒന്നടങ്കം ഒറ്റക്കെട്ടായി തരൂരിനെതിരെ രംഗത്ത് വരികയും വിമർശിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പോസ്റ്റർ വിവാദം കൂടി ഉണ്ടാകുന്നത്. അതായത് ഫേസ്ബുക്കിലെ ഈ പോസ്റ്റ് പിൻവലിച്ച വിവാദം ഉണ്ടാകുന്നത്. നിലവിൽ എന്തായാലും അതിനെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയർന്നു വരുന്നത്. അതെ, തരൂർ തൊടുത്തുവിട്ട ഓരോ കാര്യങ്ങളും വിവാദമായി കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ബിനിൽ ലീല സാബു.